സൂപ്പർ കൺമണിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി ആ ക്രിമിനലിനെ സുജയുടെയും സാഗറിന്റെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ വേഷത്തിൽ വന്നുവെന്നും ഇവനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്നും മറ്റും പറയുന്നുണ്ട് കേട്ടോ സാഗറിനോടും സുജയോടും. ഇതേ സമയം കൃഷ് വരുന്നുണ്ട് അവിടേക്ക്. കൺമണിയിൽ നിന്ന് കാര്യങ്ങൾ അറിയുന്ന കൃഷ് ആ ക്രിമിനലിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലീസുകാർ തടയുന്നുണ്ട്. കൺമണിയാണെങ്കിൽ കൃഷിനെ പിടിച്ചു മാറ്റി ഇമോഷണൽ ആകല്ലേ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കിളിയിൽ നിന്ന് കൺമണി ആ ക്രിമിനലിൽ പിടിച്ചു എന്നറിയുന്ന ബലരാമൻ കൺമണിയെ അപായപ്പെടുത്താനുള്ള വഴി ആലോചിക്കുകയാണ്. അക്കാര്യം അയാൾ സുമിത്രയുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ പുറത്തു നിന്നാൽ അത് അപകടമാണെന്ന് അയാൾക്ക് അറിയാമെന്നും മറ്റും സുമിത്രയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം കൺമണിയെ തനിക്കൊന്ന് നേരിട്ട് കാണണമെന്നും കൺമണിയും കൃഷും എപ്പോഴും ഒരുമിച്ചാണെന്നും മറ്റും ബലരാമനോട് സുമിത്ര പറയുന്നുണ്ട്. അത് കേട്ട് നമുക്ക് അവരെ വേർപിരിക്കാമെന്നും അവളെ ഇങ്ങോട്ടേക്കും അവനെ പരലോകത്തേക്കും പറഞ്ഞയക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ ബലരാമൻ. പിന്നീട് കൺമണി കൃഷിനെ ആശ്വസിപ്പിച്ചിരുത്തി അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. തുടർന്ന് പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം കൃഷിനും അത് കേട്ട് കുറച്ച് ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നേരത്തെ കൺമണിയോട് ഉണ്ടായിരുന്ന ആ കുറച്ച് ഇഷ്ടം കൂടുകയാണ് കൃഷിന്. കൃഷാണെങ്കിലും അവളുടെ ആ ഒരു സാമീപ്യത്തിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണിയുടെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്